നമ്മുടെ റിഡ്സിൻ്റെ വർക്ക് നമ്മൾ എടുത്തില്ലായിരുന്നു, അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 220 വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ഫുൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിയോയുടെ വർക്ക് എവിടം വരെ ആയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഗൈസ്, അപ്പം ഇത് നമ്മുടെ RCയിൽ ചെറിയൊരു വർക്ക് ചെയ്യാനായിട്ട് പോയാണ് കേട്ടോ. അപ്പോൾ RC ബേക്കിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ഇളക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു റേസിംഗ് സീറ്റാണ് നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉള്ള വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ചാൽ ഇതൊരു വേറെ ഒരു സ്പോർട്ടി ഒരു അഗ്രസീവ് ലുക്കാണ്. പിന്നെ പുറകിൽ ഒരാളെ ഇരുത്താനൊന്നും പറ്റത്തില്ല, നമുക്കൊരു റിസ്ക് പിടിച്ച ഒരാളെ ഇരുത്താൻ വേണമെങ്കിൽ. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇത് കോപ്പിയാണ്, ഓട്ടോലോഗിൻ്റെ ഒറിജിനലാണ് ഇറക്കിയിട്ടുള്ള ആ ഒരു സെയിം സാധനത്തിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് അറിയാം, RC യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഫുൾ ബ്ലാക്ക് അടിച്ചിട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനകത്ത് വച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വച്ചിട്ട് കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. ഇത് ഡയറക്റ്റ് സൂട്ട് ആവത്തില്ല, ഇവിടെയൊക്കെ ഹോളും കാര്യങ്ങളൊക്കെ ഇടാം. അത് വണ്ടിയിൽ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് പൊസിഷനിൽ ഹോളും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം വണ്ടി ഫുൾ വച്ച് അപ്പോൾ എവിടെയൊക്കെയാണ് എന്തൊക്കെ ചെയ്യാനുള്ളതൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യാനുള്ളതൊക്കെ എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കിത് പെയിൻ്റ് അടിക്കാനായിട്ട് കൊടുക്കാം. വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹോളും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കണം, അത്രയാണ് പരിപാടി. വൈറ്റ് കൊള്ളാമല്ലേ, വൈറ്റ് സീറ്റ് ഇതൊക്കെയാണ്. ഫ്രണ്ടിലത്തെ ഇവിടെ 2 ബോൾട്ട് വരും ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബേക്കിൽ വരാൻ നേരത്ത് നമുക്ക് ബ്രേക്കിലേക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടേ ഇവിടെ 2 ഹോളിടേണ്ടി വരും. പിന്നെ ഒന്നുമില്ല, ബ്രേക്ക് ലൈറ്റൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഒന്നും പക്ക പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കത്തില്ല ഒരിക്കലും. അപ്പം ഈ ഗ്യാപ്പൊക്കെ നമുക്ക് ഇനി പുട്ടിയിലൊക്കെ വേണം കവറാക്കാനായിട്ട്. ഓക്കെ, ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. സാധനമൊക്കെ അപ്പം ഫുള്ള് എല്ലാം ഫോണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡ്, ഈ റൈറ്റ് സൈഡിൽ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അതിൻ്റെ നെട്ട് വരുന്ന സൈഡിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ കട്ട് ചെയ്ത് അടച്ച് MC-ലിട്ട് അടച്ചു വെച്ചേക്കാണ്. ഇനി ഇത് പെയിൻറ്റ് അടിച്ച് വന്നിട്ട് അവിടെ ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഡിയോയുടെ വർക്ക് എവിടം വരെ ആയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഏത് കളർ എടുക്കണമെന്നും എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് കളർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഈ ഒരു കളർ ഒരാൾ പറഞ്ഞതാണ്, ആരാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. യെല്ലോ അടിക്കാൻ പറഞ്ഞിട്ട്, യെല്ലോയും ബ്ലാക്കും കൂടെ ചേർത്തടിക്കാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻഡി യെല്ലോ എടുത്തേക്കാണ് കേട്ടോ. അതായത് 3 ഷെയ്ഡ് വരും. ഇത് ബേസ്, ഇത് യെല്ലോ, ഇത് യെല്ലോയുടെ മുകളിൽ കഴിക്കുന്ന ഒരു പേള് ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെ ഇനി ക്ലിയറും കൂടെ വരും. അങ്ങനെ ഒരു കിടിലം ഒരു യെല്ലോയും ബ്ലാക്കുമാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഡിയോയിൽ അപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു 220 നമ്മളവിടെ വർക്കിന് കയറി ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഫുൾ റീസ്റ്റോറേഷനായിട്ട് നമ്മളെ നെക്സ്റ്റ് കസ്റ്റമേഴ്സിലോട്ട് പോവുകയാണ്. ഇതൊരു ഡ്യൂക്കിൻ്റെ ടാങ്ക് കേട്ടോ, ഡ്യൂക്ക് 250 ടാങ്കാണ്. ഇവിടെ ചെറിയൊരു ഡെൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഡെൻറ്റൊക്കെ തോത്തിട്ട് ഫുൾ റീപെയിൻറ്റ് ചെയ്യാനുള്ള വർക്കാണ്. അപ്പോൾ എല്ലാ സാധനവും എടുത്തിട്ട് നമ്മളെ നെക്സ്റ്റ് കസ്റ്റമേഴ്സിലോട്ട് വിടുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ 220 ഫുൾ റീസ്റ്റോറേഷൻ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഫുൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഫോർക്ക് കാര്യങ്ങളൊക്കെ പെയിൻറ്റ് അടിച്ച് എഞ്ചിനൊക്കെ ഫുള്ള് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഫുഡ് റെസ്റ്റും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുൾ റീസ്റ്റോർ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം അലോയ് ഇട്ടതിന് ശേഷം ഇവിടുന്ന് ലൊക്കേഷൻ മാറ്റാം കേട്ടോ. മാറ്റിയതിന് ശേഷം നമുക്ക് ഫുൾ വർക്ക് ഓക്കെ ആക്കാം. അലോയ് നമ്മൾ 2 ഷെയ്ഡിലാണ് അടിച്ചേക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു ബ്ലൂവും ബാക്കി ഫുള്ളൊരു ബ്ലാക്കിലും ആയിട്ടാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. നല്ല രസമായിരിക്കും വണ്ടിയിൽ ഇടാൻ നേരത്ത്. ടൂറ്റൻ്റെ ഫ്രണ്ട് വീലും ബാക്ക് വീലൊക്കെ ഇട്ട് നമ്മൾ വണ്ടി പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പെട്ടെത്തിരിക്കുമ്പോൾ വണ്ടിയുടെ ലുക്ക്. പിന്നെ ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോകണം നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് നമ്മൾ ചെറിയൊരു DRL വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് RGB അല്ല, ഇത് ബ്ലൂ ലൈറ്റ് മാത്രമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്ലിക്കർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ബൈക്കിന് കസ്റ്റമറിന് അതൊന്നും വേണ്ട, ചുമ്മാ കത്തി കിടന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പം കത്തി കിടക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ DRL വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് എപ്പോൾ വേണം നമുക്ക് ഫ്ലിക്കർ അല്ലെങ്കിൽ ഹസാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു DRL തന്നെ നമുക്ക് ഫ്ലിക്കർ ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ ബേക്കിൽ നമ്മളൊരു LED എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് LED എല്ലാം കേട്ടോ. ഈ ഒരു സംഭവങ്ങളൊക്കെ ഇനി നമുക്ക് വേണ്ടി അകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ബേക്കിലത്തെ കിറ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ടാങ്കിൻ്റെ അകത്ത കേജ് ഫുള്ള് തുരുമ്പായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അത് നമ്മൾ
പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ഈ 300 രൂപയ്ക്ക് അകത്തുള്ള ഈ ഒരു ഗേജിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മളങ്ങ് മാറി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 220 വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ഫുൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വാഷും കൂടി ചെയ്യണം. വാഷ് ചെയ്യാതെയാണ് ഇപ്പോൾ ഈ തിളക്കം. വാഷും കൂടി ചെയ്ത് ഒന്ന് പോളിഷും കൂടി ചെയ്യണം കേട്ടോ. അപ്പം പോളിഷ് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മളിപ്പോൾ പെയിൻറ്റ് അടിച്ചുകൊണ്ട് കുറച്ച് ദിവസം ഇരുന്നിട്ടുണ്ട് അത് പോളിഷ് ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ ഡെലിവറിക്കായിട്ട് വണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ കിടക്കുന്നത് നമ്മളെ പോളോയുടെ ഒരു ബമ്പർ കിറ്റാണ് കേട്ടോ. നമ്മളെ വേറൊരു കസ്റ്റമറിന് ഓർഡർ വന്നതാണ്. അതുകൊണ്ട് GTയുടെ ബമ്പർ കിറ്റ് ഞാൻ എടുത്ത് വച്ചേക്കുന്നതാണ്. ഇന്ന് കസ്റ്റമർ വരും. അതിൻ്റെ ബാക്കി കിറ്റും ഫോഗ് ലാമ്പും ഉള്ളിലുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ആ കുറച്ച് സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതേപോലെ ബമ്പർ കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 10 എണ്ണമെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ തോന്നണം. ഇപ്പം പോളോയുടെ ബമ്പർ കിറ്റ് നമ്മൾ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് ശേഷം. അപ്പം എന്തായാലും നല്ല ബെസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും പോളോയുടെ ബമ്പർ കിറ്റോ ഓൺലൈൻ കിറ്റോ GT കിറ്റോ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തോ. നമ്മുടെ പോളോ അടിപൊളിയാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ 220 കസ്റ്റമർ ഇതാ വന്ന്. കസ്റ്റമറല്ല, നമ്മുടെ ബ്രദറാണ്. അവർക്ക് എങ്ങനെ ഉണ്ട്? ഓക്കെ അല്ലേ? അത്രേ ഉള്ളു. അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി ഒരു പോളിഷ് ഉണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് വരണം കേട്ടോ, സെറ്റാക്കാം. വീട് ഹാപ്പി കസ്റ്റമർ. നമ്മൾ ഈ ഒരു പോളോയ്ക്കാണ് നമ്മൾ ആ ഒരു GT ബമ്പർ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് പോളോ ഹൈലൈൻ പ്ലസ് ആണ്. ഹൈലൈൻ പ്ലസ് വരാൻ നേരത്ത് നമുക്കിതാ റിയർ റേസിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വണ്ടിക്ക് GTക്ക് ഒരു ഇല്ല റിയർ റേസിങ്, ഹൈലൈൻ പ്ലസിന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ വണ്ടിയുടെ ബമ്പറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. വെച്ചാൽ ഒരു ഹായ്, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് കയറ്റാം. അപ്പോൾ യൂണിക്കോണിൻ്റെ വർക്ക് എവിടം വരെയായിരുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ട്. വർക്ക് ഇതാണ്. നമ്മളൊരു പുതിയൊരു യൂണിക്കോൺ ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറക്കും അതേപോലെ നമ്മൾ ഈ ഒരു യൂണിക്കോൺ ആക്കി എടുത്തിട്ടുണ്ട്. 2007 മോഡൽ യൂണിക്കോണാണ് നമ്മൾ ഈ ഒരു ലുക്കിലേക്ക് ആക്കി എടുത്തത് കേട്ടോ. അതിൻ്റെ ഏതൊരു ഭാഗം എടുത്ത് നോക്കിയാലും ഒരു ചെറിയൊരു സ്വിച്ച് എടുത്ത് നോക്കിയാലും നമ്മളത് മാറ്റി പുതിയതിലോട്ട് ആക്കിയിട്ടുണ്ട്. ആ സൈഡ് ഡോറും കാര്യങ്ങളൊക്കെ പുതിയതാണ്. അതിൻ്റെ സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല കേട്ടോ, ഇപ്പം ഇളക്കുന്നതേ ഉള്ളൂ. യെസ്, അങ്ങനെ എല്ലാ സാധനവും റീപ്ലേസ് ചെയ്ത് പിന്നെ അതിൻ്റെ സിലിണ്ടർ കിറ്റ് കാര്യങ്ങളൊക്കെ മാറി പുതിയ സിലിണ്ടർ കിറ്റ് പിസ്റ്റണൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഫ്രണ്ട് ആണെങ്കിൽ ഫുൾ പെയിൻ്റ് ആണ്. ഫ്രണ്ട് മൾഗാർഡും ടാങ്കും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരു ബ്രാൻഡ് ന്യൂ യൂണിക്കോൺ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂണിക്കോൺ ഫാൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ ബൈക്കും ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പെട്രോളാണ് ഇതാ, സിംഗിൾ പ്രസ്സിൽ തന്നെ എഞ്ചിൻ സ്റ്റാർട്ടാവും. വേറെ ഒരു ഇഷ്യൂ ഇല്ല. സിലിണ്ടർ കിറ്റൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ നല്ല പക്ക ക്ലീൻ ആയിട്ടുള്ള എഞ്ചിൻ. കസ്റ്റമർ ഓടിച്ച് നോക്കിയായിരുന്നു, അതിനുശേഷം ഇപ്പോൾ വാഷിങ്ങിന് കൊണ്ടുവന്നു കേട്ടോ. കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പം ഇതാണ് നമ്മുടെ യൂണിക്കോണിൻ്റെ വർക്ക്. അപ്പോൾ നമ്മൾ NXT കസ്റ്റംസിലോട്ട് ഇതാ വന്നിട്ടുണ്ട്. നമ്മുടെ റെഡ്സിൻ്റെ വർക്ക് നമ്മൾ എടുത്തില്ലായിരുന്നു, അതിൻ്റെ വർക്ക് ഇതാ അവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഡോർ പാനലും കാര്യങ്ങളൊക്കെ ഇളക്കി വെച്ചേക്കാണ്. അതൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി അതിൻ്റെ ഇൻ്റർപീസും കാര്യങ്ങളൊക്കെ ഫുൾ അടിച്ചിട്ടുണ്ട്. റൂഫിന് അടിച്ചപ്പോൾ ചെറിയൊരു പണി കിട്ടി. അതൊന്നും കൂടെ സാൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും അത് വീട്ടിൽ ഫ്രീ വർക്ക് ചെയ്യണം കേട്ടോ. ക്ലിയർ കോട്ട് വരെ അടിച്ചതാണ്, പക്ഷേ അവിടെ ചെറിയൊരു ഫോൾട്ട് വന്നപ്പം പിന്നെ ആ ഫോൾട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീണ്ടും ഒന്നേന്ന് ഫുള്ള് സാൻഡ് ചെയ്ത് ഒന്നേന്ന് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ബ്രേക്കിലത്തെ ഡിക്കി നമ്മൾ ഈ പീസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വാഷ് ചെയ്തിട്ട് വേണം ഇവിടേക്കിനി അടിക്കാനായിട്ട്. അപ്പം കാറിൻ്റെ വർക്ക് നമ്മൾ ഏകദേശമൊക്കെ തീർത്തെന്ന് പറയാം. ഇനി 4 ഡോറ് ബാക്കി സംഭവങ്ങളും കാര്യങ്ങളും കേട്ടായിരിക്കുന്നത്. നമ്മൾ DOയുടെ വർക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല, കാണിച്ചു തരാം. നമ്മുടെ DOയുടെ വർക്ക് എവിടം വരെ ആയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതാണ് കളർ കേട്ടോ. ഒരു യെല്ലോയും ബ്ലാക്കും കോമ്പിനേഷനിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. സംഭവം എല്ലാം അടിച്ച് വെച്ചേക്കാണ്. ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാത്രമേ സെറ്റ് ചെയ്താൽ മതി. മൊത്തം പൊടിയായിട്ട് ഇരിക്കാനായിട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചേസും ബ്രേക്ക് അങ്ങനെയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് നമുക്ക് എടുത്ത് ഗായത്രിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ റിഡ്സിൻ്റെ ഫ്രണ്ട് ബമ്പർ ഇത് പുതിയതാണ് കേട്ടോ എടുത്തേക്കുന്നത്. പുതിയ ബമ്പർ എടുത്ത് നമ്മളിത് ആ ഒരു ബ്ലാക്കിലോട്ട് ആക്കാനായിട്ട് പോവുകയാണ്. ഇത് അൺപെയിൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇത് നമ്മളിന്ന് ബ്ലാക്ക് ആക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ വർക്ക്. അപ്പം ഈ ഒരു ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകണം റിഡ്സിൻ്റെ വർക്ക്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പം നമ്മളെ പരിപാടികൾ നമ്മളെ വീഡിയോ എല്ലാ വണ്ടിയും കാര്യങ്ങളൊക്കെ വച്ചിട്ടുള്ളൊരു മിക്സ്ഡ് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം ഷോപ്പിൻ്റെ കാര്യവുമായി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മളതായിട്ടുള്ള ഒരു മെയിൻ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വരാത്തത്. നമ്മൾ ഡോർ ഇതായിരിക്കും കേട്ടോ, 4 സെല്ലായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെയുള്ള എന്ത് വർക്കുണ്ടെങ്കിലും നമ്മളെ NXT കസ്റ്റംസിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ബൈക്കാവട്ടെ കാറാവട്ടെ എന്ത് വാഹനവും ആവട്ടെ നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഒരു 250 നമ്മൾ ഇന്ന് ഇറക്കി, പക്ഷേ നമുക്കിവിടെ ലോഞ്ച് റൂമാണ് ഇല്ലാതായിപ്പോയി കേട്ടോ.
പക്ഷേ നമ്മളത് എന്തെങ്കിലും തരത്തിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി തരാം. ഓക്കെ ഗായ്സ്, ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗായ്സ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.